ഐസ്ക്രീം ഉണ്ട്, ഞാൻ ഡയറ്റൊക്കെ പോവും. അത് ജലാറ്റ കാണുമ്പോൾ. ഹലോ ഓൾ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് മുതൽ അന്നുവിൻ്റെ സ്കൂളിലെ 45 days ഓഫ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അറിയാമല്ലോ, ഈ സ്ഥിരം സ്കൂളിലൊക്കെ പോയി നടക്കുന്ന പിള്ളേരെ പിടിച്ച് വീട്ടിൽ ഇരുത്തുമ്പോഴുള്ള അവസ്ഥ എല്ലാ പാരൻസും ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞങ്ങളും കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് അന്നുവിനെ കുറച്ച് കൂടുതൽ എൻഗേജിങ് ആക്കാനും കുറച്ച് കൂടുതൽ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്കിനി വരും ദിവസങ്ങളിലൊക്കെ കാണാം. അപ്പോൾ ഇന്ന് ഓൾമോസ്റ്റ് ഫസ്റ്റ് വീക്കിലെ ഫസ്റ്റ് ഡേ ആണ്. ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഇവിടെ മ്യൂണിക്കിൽ തന്നെ അടുത്തുള്ള ഒരു സ്റ്റാൻബർഗർ സീ എന്ന് പറയുന്ന ഒരു സീയിൽ പോകാമെന്നാണ്. ഞങ്ങളിവിടെ പോയിട്ടില്ലാത്തൊരു സീ ആണിത്. ഇവിടെ കുറച്ച് കൂടുതൽ ലേക്സ് ഉണ്ട്. ലൈക്ക് സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേക്കാണ് കേട്ടോ ഇവിടെ. അപ്പോൾ കുറച്ച് കൂടുതൽ ലേക്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ കുറേയൊക്കെ പോയിട്ടുണ്ട്. ഇതിൽ പോവാത്ത കുറച്ച് ലേക്സിലോട്ട് പോകാമെന്നാണ് പ്ലാൻ. അപ്പോൾ ഇന്നതിൽ ഫസ്റ്റ് ഡേ ആണ്, ഫസ്റ്റ് ലേക്കാണ് ഈ ഒരു സീസണിലെ സ്റ്റാൻബർഗർ സീ. ഇത് ഇവിടെ നിന്നൊരു ഐ തിങ്ക് 30 to 40 minutes ഡിസ്റ്റൻസിലുള്ള ഒരു സീ ആണിത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഞങ്ങളിപ്പം കടയിൽ ചെന്നൊന്ന് വാങ്ങിച്ചിട്ട് അതും കൂടി ഒന്ന് പാക്ക് ചെയ്ത് വെച്ച് ഒന്ന് ഹീറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് അതും കൂടെ പാക്ക് ചെയ്തിട്ട് നമുക്കിന്ന് പോയിട്ട് വരാം. അപ്പം ഞങ്ങൾ ആണ്, കുറച്ച് ഡിസ്റ്റൻസ് മാത്രമല്ല. ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഷോപ്പിൽ പോയി മേടിച്ചു. അപ്പം അതിൻ്റെ ഒരു തിരക്കായിപ്പോയി ഇടയ്ക്ക്. അപ്പം എല്ലാം ഹീറ്റ് ചെയ്ത് ഒക്കെ വെക്കുമായിരുന്നു. അതെന്തായാലും അവിടെ ചെന്ന് കഴിക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻബർഗിലെത്തി. ഞാൻ കാണിച്ചു തരാവേ. സ്ഥലം അടിപൊളി സ്ഥലമാണ്, നല്ല രസമുണ്ട്. പെട്ടെന്നൊരു ഗെറ്റ് അവേക്ക് വരാൻ പറ്റിയ പ്ലേസ്. ഞാൻ രണ്ടുപേര് പോകുന്നു പരിചയമുള്ള. നല്ല രസമുണ്ടല്ലേ, അടിപൊളി. പെട്ടെന്ന് എത്താൻ പറ്റുന്ന പോലത്തെ ഒരു പ്ലേസ് ആണേ. നല്ല രസമുണ്ട്. കുറച്ച് ബോട്ടൊക്കെ പോകുന്നതാണ് തന്നെ നല്ല രസം. നല്ല രസമുണ്ട്. ഇതിന്റെ ഇതൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട്. അടിപൊളി പ്ലേസ് ആണ്. ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പ്ലേസ്. ഡക്സ് ഉണ്ടോ? ഇവിടുത്തെ ഡക്സ് നല്ല രസമാണ്. ഭയങ്കര രസമുള്ള ബ്രിഡ്ജിൽ നടന്ന് അങ്ങേറ്റം വരെ പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇത്രേ പോകാൻ പറ്റുള്ളൂ. അതൊക്കെ ഇഷ്ടമായി പോയി. കുറച്ചേ പോകാൻ പറ്റുള്ളൂ. അത് ഇഷ്ടമായി പോയി അല്ലേ? എനിക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ എടുത്തരോ? ഞങ്ങളിവിടെ എത്തിയിട്ട് ഇവിടെ ഒരു ജലാറ്റിനോ ബാഗോ ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് ഒരു സ്കൂപ്പ് ജലാറ്റോ കഴിക്കാൻ വിചാരിച്ചു. നമ്മുടെ ഡയറ്റിനെതിരാണ്, ബട്ട് സ്റ്റിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് അവർക്ക്. ഐസ്ക്രീം ഉണ്ട്, ഞാൻ ഡയറ്റൊക്കെ പോവും. അത് ജലാറ്റ കാണുമ്പോൾ. ഞങ്ങൾ ഓരോ
ജെലാറ്റോ കഴിച്ചു. ഇവർ രണ്ടുപേരും കുക്കീസ് എടുത്തത് കൊണ്ട് മാത്രം ഞാൻ സ്ട്രാസിയാറ്റല്ല എന്ന് പറയുന്ന ഒരു സാധനം എടുത്തു. ബട്ട് ചിറ്റിപ്പോയി. എൻ്റെത് ഒരുമാതിരി പാലിൽ മധുരം കലക്കി വെച്ച പോലത്തെ ഒരു സാധനമായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് വാങ്ങിച്ചത് പോയത് കൊണ്ട് ഞാനത് കഴിച്ചു. ഇവരാരും ഷെയർ ചെയ്തുമില്ല. എനിക്ക് കുക്കീസ് കഴിക്കാൻ പറ്റിയില്ല. കുക്കീസ് തന്നെ വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നു. ഇനി ഇന്നത്തെ ഷുഗർ ഇതായി. ഇനിയിപ്പോൾ നമ്മൾ സാലഡും ഒരു ബർഗറും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിനി എവിടെയെങ്കിലും ഒരു പ്ലേസ് കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാം. ഇവിടെ കുറേ പേര് വെള്ളത്തിൽ കിടപ്പുണ്ട്. സോ ഞാൻ ആ ഭാഗത്തോട്ടൊന്നും വീഡിയോ എടുക്കുന്നില്ല. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള പ്ലാനാണ്. നമുക്കിന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ അങ്ങനെ പ്ലാനൊന്നുമില്ല. യൂഷ്വലി വരുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാറുണ്ട്. ബട്ട് ഇന്ന് അവൾക്കുള്ള സ്വിം ഡ്രസ് ഒന്നും കൊണ്ടുവന്നില്ല. ഒന്ന് ഞങ്ങൾ എവിടെയെങ്കിലും ഒരു സൈഡിൽ ഇരുന്ന് കഴിക്കാൻ പോവാം. To Japan, Tokyo and Tokyo is in Japan. Tokyo and Kyoto tomorrow. Tomorrow? Okay, bye. And he's going to Japan and Tokyo and Kyoto tomorrow. Okay. Bye. Bye. Have a nice and safe trip, okay? Bye. Tomorrow. Yeah, Did you tomorrow apply okay, for bye. visa? Yes, I did. You have a visa? You got Japan the visa? Where did you apply that? Apply that in the airport. Airport? This is not how it works. Okay? ഞാൻ പറഞ്ഞ ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്നു. ഇവിടെ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ കഫേസും ഒക്കെ ഉണ്ട്. ബട്ട് നമ്മളൊരു ഡയറ്റിലാണ്, അതുകൊണ്ട് നമ്മളവിടെ നിന്ന് സാലഡൊക്കെ അതും വാങ്ങിച്ചാണ് പുറത്തുനിന്ന്. ബട്ട് സാലഡ്സ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇപ്പോൾ സാലഡൊന്നും ഇല്ല എങ്കിൽ നമുക്ക് പണിയാവും. അതുകൊണ്ട് സാലഡും അതിൻ്റെ ഫുഡും ഒക്കെ നമ്മൾ വാങ്ങിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് പിക്നിക്. ഇതാണ് റീസെൻ്റ്ലി നമ്മൾ എവിടെ പോയപ്പോൾ വാങ്ങിച്ച ഈ ഹോട്ട് ബാഗ്. എനിക്ക് തോന്നുന്നു വെനീസാണെന്ന് തോന്നുന്നു അല്ലേ. വെനീസിൽ പോയപ്പോൾ വാങ്ങിച്ചൊരു ഹോട്ട് ബാഗാണത്. ഇതാണ് നമ്മളുടെ പിക്നിക്. ഒരു ഹോട്ട് ബാഗാണ്. ഇതിനകത്ത് അങ്ങനെ എന്തായിരുന്നു ബർഗർ, ഹോട്ട് ബർഗർ, നമ്മുടെ സാലഡ്, സീസർ സാലഡ്. I'm gonna bite into it. Caesar salad. My favorite. And then one more burger. പിന്നെ നമ്മൾ ഫോർക്ക് ടിഷ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ട്. ജ്യൂസ് എവിടെ Look at this. ജ്യൂസ് ഓറഞ്ച്. അതിൻ്റെ ബർഗർ. Can I have a bite? You have this other one. കൊടുക്കരുത്. ഇത് ഫ്രഷാക്കിൻ്റെ ഒരു ഓറഞ്ച് കളർ ഒരു. I want to try. How do you even open this? Ask your daddy. Can you open this one? നമുക്ക് ഇത് കഴിക്കാം. ചെറിയ ഫിഷ് ഉണ്ടാവും. You got Lunchables. Lunchables. What is Lunchables? ഞാൻ എൻ്റെ സാലഡ് പൊട്ടിക്കട്ടെ. ഇതിനകത്ത് ചിക്കൻ ഉണ്ട്, കുറച്ചേ ഉള്ളൂ ചിക്കൻ. ടോപ്പിംഗ് കുറവാണ്, ബട്ട് ചീസ് ഉണ്ട്. ഇതുപോലെ ബ്രെഡ് ക്രംസ് ഉണ്ട്. പിന്നെ അവരുടെ സോസ്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇങ്ങനെയായി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. Cheers.
അങ്ങനെ ഇവിടെ തന്നെ ഇരുന്ന് ലഞ്ച് കഴിക്കും. ആക്ച്വലി ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഇത് അമ്മീൻ എന്തോ റോക്കിൽ ക്ലൈംബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നു. ആക്ച്വലി ലഞ്ച് കാണുമ്പോൾ സാലഡ് കുറച്ചുള്ളൂ എന്ന് തോന്നുമെങ്കിലും എൻ്റെ സോസിൻ്റെ ആണോ എല്ലാം കൂടി കൊണ്ടിട്ട് വയറിങ്ങനെ ഭയങ്കരമായിട്ട് നിറഞ്ഞു. അത് മാത്രമേ കഴിച്ചുള്ളൂ, അതും വെള്ളവും മാത്രം. ബട്ട് പെട്ടെന്ന് വരാറോ ശരിക്കും ഇവിടെ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്, ഒത്തിരി ലേക്ക് ഉള്ളത്. ഇവിടെ ഈ ലേക്കിന് സി എന്നാണ് പറയുന്നത്, SEE സി. അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ചുമ്മാ ഇങ്ങനെ വീട്ടിലിരുന്ന് പെട്ടെന്ന് ബോറടിക്കുമ്പോൾ ചുമ്മാ ഒരു ട്രെയിൻ കയറി വരുന്ന രീതിയിൽ അടിപൊളിയാണ്. ഞാൻ ഗ്ലാസ് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ കളർ ഭയങ്കര ബ്ലൂയിഷ് ആയിട്ടാണ് തോന്നുന്നത്. ബട്ട് ഇതിനകത്ത് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് അങ്ങനെ തോന്നുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ബ്ലൂയിഷ് ആയിട്ട് തോന്നുന്നുണ്ട്. ലൈറ്റ് ബ്ലൂ അല്ല, ഒരു ടർക്കോയിസ് കളർ എന്നും പറയാൻ പറ്റില്ല, ലൈറ്റ് സീ ഗ്രീൻ പോലത്തെ ഒരു കളർ, അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇത്രയും നേരം അധികം വെയിലില്ലായിരുന്നു, ഇപ്പം കുറച്ച് വെയിൽ കൂടുതലാണ്. ഞാനതൊന്നുകൂടെ കാണിക്കാം. ഈ വ്യൂ ഒക്കെ നല്ല രസമല്ലേ? ഇന്നിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. കുറേ ബോട്ടിങ് പോകുന്നുണ്ട്. പറയാതിരിക്കാൻ പറ്റുന്നില്ല, അടിപൊളി വെയിലാണ്. ഞങ്ങൾ വന്ന സമയത്ത് കുറച്ചൊരു ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു, അപ്പം അധികം വെയിൽ അറിഞ്ഞില്ല. ഇപ്പം നല്ല വെയിലുണ്ട്. കുടയോ എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ നോക്കണം. പക്ഷെ വേറൊരു സെറ്റപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് കുടയൊക്കെ എടുത്ത് വെച്ചാൽ. ഇവിടെ ഇങ്ങനെ തറയിലിരിക്കാനുള്ള ഓപ്ഷൻസ് കുറവാണ്. ആകെ ഈ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് കുറേ ബെഞ്ച് ഇട്ടിട്ടുണ്ട്, അതൊരു പ്ലസ് ആണ്. കുറേ ചില സ്ഥലത്ത് അങ്ങനെയൊന്നും കാണില്ല. ജസ്റ്റ് ഇങ്ങനെ വരും, വെള്ളം ഇങ്ങനെ ഉണ്ടാവും, നമ്മൾ സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് ഇത് ചെയ്താൽ മതി. ഇരുന്ന് കളിക്കാനും ഇതുപോലെ ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റും. പക്ഷെ ഇവിടെ അവർ ബെഞ്ച് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ അടിച്ചടിച്ചിട്ടിട്ടുണ്ട്. അതൊരു സമാധാനവുമാണ്. പക്ഷേ ഇതിൽ കൂടുതൽ പ്ലേസ് ഇരിക്കാനായിട്ടില്ല, ഇത്രയേ ഉള്ളൂ. ഓവർ ക്രൗഡഡ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാവും, ഒത്തിരി ബുദ്ധിമുട്ടാവും. പിന്നെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്, അപ്പം അത് അത്ര എൻട്രി ഇല്ലാന്ന് തോന്നുന്നു ആ ബ്രിഡ്ജിലോട്ട്. നോക്കണം. നല്ല വെയിലുണ്ട്, അറിയാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻബർഗർ സി ബാനോഫ് എന്ന് വെച്ചാൽ സ്റ്റേഷൻ, സാൻഡ്ബർഗർ സി എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. നല്ല രീതിയിൽ ഇവർ ഈ വാളൊക്കെ നോക്ക് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു നല്ല പ്ലേസാണ്.